സുർ ഇത് എഴുതിയത് ലിയാപോൾഡോ ലൂയിസ് എന്നാണ്. ഇയാളെന്ന് വെച്ചാൽ അർജന്റീന പോയിട്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഗ്രിഗറി വുഡ്രഫ്. അപ്പോൾ ഈ കഥ എടുത്തത് സ്ട്രേഞ്ച് ഫോഴ്സസ് എന്ന് പറഞ്ഞ കളക്ഷനിൽ നിന്നാണ് ഈ കഥ എടുത്തത്. ഈ കഥൻ്റെ ഒരു തീം എന്താണെന്ന് വെച്ചാൽ എന്താണ് പോയിട്ട് നരേറ്റർ ഉണ്ടാക്കുന്ന എയ്പ്പിനെ സംസാരിപ്പിക്കാൻ ട്രൈ ടു എയ്പ്പ് സ്പീച്ച്. അതായത് അതിലുണ്ട് 74ാമത്തെ പേജിലുണ്ട് എയ്പ്പിനെ സംസാരിക്കാൻ പറ്റും നരേറ്റർ അറ്റംപ്റ്റ് നടത്തിയത്. അപ്പോൾ ഈ നരേറ്റർ ഒരിക്കൽ ഒരു നോവലിലായിട്ട് എന്തോ വായിക്കുന്നുണ്ട്. അതായത് മങ്കി, അതായത് എയ്പ്പ് എന്ന് പറയുന്നത് ഓർക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, പക്ഷെ ഓർ മനഃപൂർവ്വം ഇന്റൻഷ്യലി ഓർ എന്താ സംസാരിക്കാണ്ട് നിൽക്കുന്നതാന്ന് പറഞ്ഞിട്ട് ഏതോ നോവലിൽ വായിക്കുന്നുണ്ട്. നോവൽ എന്ന് പറയുമ്പോൾ ഫിക്ഷൻ പോലത്തെ കഥയല്ലേ. അപ്പോൾ അതായത് ഈ നരേറ്ററിന് തോന്നി എയ്പ്പിനെ സംസാരിപ്പിക്കാൻ. അതുകൊണ്ട് ഒരു സർക്കസിൽ നിന്ന് ഒരു എയ്പ്പിനെ വാങ്ങി. എന്നിട്ട് ആ മങ്കീൻ്റെ പരം ഒരു ഫ്രണ്ട്ലി ആകാൻ പറ്റും, ഒരു ഇൻറ്റിമസി ഉണ്ടാകാൻ പറ്റും ഈ ലോകം മൊത്തം ചുറ്റി. എന്നിട്ട് പിന്നെ നരേറ്റർ ഒന്നും കൂടി പറയുന്നുണ്ട്. അതായത് മങ്കിയും ഹ്യൂമൻ ബീങ്ങും നോക്കുന്ന സമയത്ത് ഹ്യൂമൻ ബീങ് അത് നല്ലോണം താരതമ്യപ്പെടുത്താം. നമ്മളിങ്ങനെ ബയോളജി പഠിച്ചിട്ടില്ലേ, എന്തോ സെല്ലാട്ടോ, അതായത് മങ്കി ഹ്യൂമൻ ബീങ് ആകുമ്പോൾ അധികം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മങ്കിക്ക് സംസാരിച്ചുകൂടാ? മാത്രമല്ല പക്ഷിയില്ലേ, പാരറ്റും മനുഷ്യനും തമ്മിൽ എത്ര ഡിഫറൻസ് ഇല്ലേ. അപ്പോൾ പാരറ്റ് സംസാരിക്കുന്നില്ലേ, അപ്പോൾ എന്തായാലും മങ്കിയും എയ്പ്പും സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ അതിൽ എന്താണ് കഥയിൽ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുപോലെ തന്നെ ഈ എയ്പ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് മെമ്മറി സ്കില്ലും ഇൻ്റലിജൻറ്റും ഭയങ്കര കപ്പാസിറ്റിയിലുള്ള ആളായിരിക്കും എയ്പ്പ് എന്ന് പറയുന്നത്. അങ്ങനെ എയ്പ്പിനെ വാങ്ങിയിട്ട് യസൂർ എന്ന് പറഞ്ഞ പേരിട്ട്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് സംസാരിക്കാൻ പറ്റുന്ന ഓർഗൻസ് ഡെവലപ്പ് ആകാൻ പറ്റും, അല്ലെന്നാൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസ് ഡെവലപ്പ് ആക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് അത്. അതുകൊണ്ട് തന്നെ ലിപ്സും ടങ്സെല്ലും നല്ല രീതിയിൽ ഇങ്ങനെ ട്രീറ്റാട്ടം ചെയ്ത്. എന്നിട്ട് എന്താ പറയുക, ഇങ്ങനെ പഠിപ്പിക്കാൻ നോക്കി. ആദ്യം പഠിപ്പിച്ചത് എന്താണ് വവൽ സൗണ്ട്. വവൽ സൗണ്ട് എങ്ങനെ പഠിപ്പിച്ചെന്ന് വെച്ചാൽ ഓരോരോ ഫുഡിൻ്റെ പേരും ഓരോരോ സാധനത്തിന് പേരും അസോസിയേറ്റ് ചെയ്തിട്ട് പഠിപ്പിച്ചത്. എന്ന് വെച്ചാൽ പൊട്ടറ്റോ, ഈ വെച്ചാൽ ക്രീം, ഐ വെച്ചാൽ എന്താ ഐ വെച്ച വൈന്, ഓ വെച്ച കൊക്കോ, യു വിത്ത് ഷുഗർ, അങ്ങനെ ഓരോരോ സംഭവം അസോസിയേറ്റ് ചെയ്തിട്ട് പഠിപ്പിച്ച്. അതുപോലെ തന്നെ വവൽ സൗണ്ടിനേക്കാളും എത്രയോ കഷ്ടപ്പെട്ടതാണ് കോൺസണന്റ് പഠിപ്പിക്കാൻ. ഭയങ്കര ഡിഫിക്കൽട്ടിന് പഠിപ്പിക്കാൻ. ആകെ പഠിച്ചത് BKMGC. BKMGC ഞാൻ പഠിച്ചത്. BKMGC ആണ് കോൺസണന്റ് സൗണ്ട് പഠിപ്പിച്ച്. അപ്പോൾ ഈ 3 വർഷമായിട്ടും എയ്പ്പ് ഇതുവരെ സംസാരിച്ചിട്ടില്ല. കുറച്ച് സൗണ്ട് മാത്രം പറയും. അതായത് ചെറിയൊരു പിള്ളേരെ പോലെ ഇല്ലേ, ചെറിയൊരു പിള്ളേർ, അതായത് ലൈക്ക് എ ചൈൽഡ്. അതായത് എല്ലാം കുറച്ച് വ്യതിയാനം, പക്ഷെ ഒന്നും ഒരുമിച്ച് ടുഗെദർ ആയിട്ട് വായിക്കാൻ എയ്പ്പിന് കഴിയുന്നില്ല. പിന്നെ ഡോഗിനെ ബാർക്ക് ചെയ്യാൻ പഠിച്ചില്ല, പട്ടി കൊടുക്കുന്നവരെ കൊടുക്കാൻ പഠിച്ചില്ല. അല്ലാണ്ട് കുറച്ച് വേർഡ്സും പഠിച്ചില്ല. അല്ലാണ്ട് 3 വർഷം കൊണ്ട് നരേറ്റർ ഇത്ര ട്രൈ ചെയ്തിട്ടും അതായത് എയ്പ്പ് ഒരു അക്ഷരം മുണ്ടിയിട്ടില്ല. അതുകൊണ്ട് വേറൊരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. നരേറ്ററിന്റെ കുക്ക് ഒരിക്കൽ പറഞ്ഞ് എന്താണ് സുർ 2 വേർഡ് പറയുന്നുണ്ട്, ബെഡും പേപ്പും. അപ്പോൾ ഈ ഒരു ക്യൂരിയോസിറ്റി നരേറ്റർ എന്താക്കി, ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ എയ്പ്പ് സുറിൻ്റെ അടുത്ത് പോയി. അപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല. അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കുക്കിനെ അടിച്ച്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 3 ദിവസം കഴിഞ്ഞ സമയത്ത് സുറിന് ഇല്ലായി. എന്താണ് പെനിയാട്ടായി, ഒരു അസുഖമായി. ഇല്ലെന്ന് എഴുതിയാൽ മതി. ആ അസുഖം നല്ലോണം കൂടി. സുർ എന്താന്ന് ഭയങ്കര ഫീബിളായി. ഫീബിൾ എന്ന് വെച്ചാൽ ഭയങ്കര ദുർബലം, ഭയങ്കര ക്ഷീണം പോലെ. അപ്പോൾ മനസ്സിലായി സുർ ഈ അടുത്ത് തന്നെ മരിക്കുമെന്ന് നരേറ്ററിന് മനസ്സിലായി. അപ്പോൾ നരേറ്ററിനും സുറെന്ന് വെച്ചാൽ ഭയങ്കര കുറേ ടൈം ഒരുമിച്ച് ലോട്ട് ഓഫ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നരേറ്ററിനും ഭയങ്കര വിഷമമായി. അതുപോലെ തന്നെ സുറും ആ സമയത്ത് നരേറ്ററിൻ്റെ കമ്പനിയും ഭയങ്കര പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതായത് ആ സമയത്ത് നരേറ്റർ അടുത്തുണ്ടാവുമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുറിനെ ഭയങ്കര ഫോഴ്സ് ചെയ്യിപ്പിക്കല്ലേ ചെയ്തത്. കുരങ്ങനെ എന്തായാലും നമുക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഭയങ്കര ഇങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയെന്ന് ഈ കഥയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഏതൊരു സെഷൻ തുടങ്ങുന്ന സമയത്ത് ഈ മാസ്റ്റർ ഇങ്ങനെ പറയും, ഐ ആം യുവർ മാസ്റ്റർ ആൻഡ് യു ആർ മൈ എയ്പ്പ്. എന്ത് തുടങ്ങുമ്പോൾ ഈ മാസ്റ്റർ ഇത് പറഞ്ഞിട്ട് തുടങ്ങുന്നത്, ഐ ആം യുവർ മാസ്റ്റർ ആൻഡ് യു ആർ മൈ എയ്പ്പ് എന്നിട്ട്. ലാസ്റ്റ് ഈ സുർ മരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, എന്താ പറയുക, വാട്ടർ മാസ്റ്റർ, എനിക്ക് വെള്ളം വേണം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നരേറ്റർ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കഥ എന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണെങ്കിൽ നരേറ്റർ ഏതോ നോവലിൽ വായിച്ചിട്ട് ഏതോ നോവലിൽ വായിച്ചിട്ട് മങ്കി സംസാരിക്കും, അറിഞ്ഞുകൊണ്ട് സംസാരിക്കാണ്ടിരിക്കുന്നതെന്ന് നരേറ്റർ ഏതോ നോവലിൽ വായിച്ചിട്ട് ഒരു എയ്പ്പിനെ സർക്കസിൽ നിന്ന് വാങ്ങി. എന്നിട്ട് ആ സർക്കസിൽ നിന്ന് വാങ്ങിയിട്ട് ഇവർ സംസാരിക്കാൻ വേണ്ടി കുറേ ഇതാക്കി ഇങ്ങനെ ട്രൈ ചെയ്ത് വവൽ സൗണ്ടും കോൺസണന്റ് സൗണ്ടെല്ലാം പഠിപ്പിച്ച് എങ്ങനെ സംസാരിക്കുന്നില്ല. 3 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ സംസാരിക്കുന്നില്ല. ലാസ്റ്റ് എന്താക്കി കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം സുറിന് അസുഖം പിടിച്ച സമയത്ത് ഭയങ്കര ക്ഷീണം പിടിച്ച് ലാസ്റ്റ് സുർ മരിച്ച്. അപ്പോൾ ഇത് ഭയങ്കര ഇമോഷണൽ സ്റ്റോറിയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, നമ്മുടെ അഭിപ്രായം പറഞ്ഞാൽ ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. അതായത് ഹ്യൂമൻ്റെ ക്രൂവാലിറ്റി, ഹ്യൂമൺ നേച്ചറിനോടും ആനിമൽസിനോടുള്ള ക്രൂവാലിറ്റി. കാരണം എല്ലാവർക്കും അതായത് ഇതുണ്ടാവും, കുരങ്ങനെ സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ എന്നിട്ടും ഫോഴ്സ് ചെയ്യിപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം എത്ര ഫോഴ്സ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതും വയലൻസും ക്രൈമെല്ലാം ഇതിൽ പറയുന്നത്. അത്രയേ ഉള്ളൂ ഈ പടം.